പുതിയ നികുതി നിർദ്ദേശങ്ങളില്ലാതെ 1 മണിക്കൂറിൽ താഴെ സമയം മാത്രമെടുത്താണ് ഇടക്കാല ബജറ്റ് വോട്ട് ഓൺ അക്കൗണ്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്നത്. വികസിത ഭാരതമെന്ന 2047ലേക്കുള്ള ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഇന്ററിം ബജറ്റാണ് ഇപ്പോൾ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇപ്പോൾ മുന്നിൽ വെച്ചിരിക്കുന്നത്, സഭയുടെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത്. രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ്, അതൊരു ഇന്ററിം ബജറ്റാണ്. വോട്ട് ഓൺ അക്കൗണ്ടാണ്. പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള സൂചനകൾ, അതോടൊപ്പം രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ എടുത്തു പറയുകയായിരുന്നു ഇക്കഴിഞ്ഞ 58 മിനിറ്റ് നീണ്ട ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പുതിയ നികുതി നിർദ്ദേശങ്ങളില്ല, രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ. നികുതി നിരക്കിൽ മാറ്റമില്ല എന്ന് മാത്രമല്ല, ഇറക്കുമതി തീരുവകളും മാറുന്നില്ല. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ നേട്ടങ്ങൾ ഓരോന്നായി എണ്ണിപ്പറയാനും ഇക്കഴിഞ്ഞ 58 മിനിറ്റിനിടയിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഏറിയ പങ്ക് സമയവും നീക്കിവെച്ചു എന്നതും ശ്രദ്ധേയമാണ്. ടാക്സ് റിട്ടേൺ 10 ദിവസം കൊണ്ട് ഇനി കിട്ടാൻ പോകുന്നു. അതുപോലെ തന്നെ കോർപ്പറേറ്റ് നികുതി അത് 22% കുറച്ചിരിക്കുകയാണ്. അടുത്ത 5 വർഷം വികസനത്തിന്റെ സുവർണകാലമായിരിക്കും എന്ന് വ്യക്തമാക്കുന്ന ബജറ്റ് പ്രസംഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. സുസ്ഥിര വികസനമാണ് ലക്ഷ്യം. ഇന്ത്യയിലേക്ക് ആഗോള മൂലധനം ഒഴുകിയെത്തി എന്നതിനെക്കുറിച്ചും മുന്നിലുള്ള വിപുലമായ സാധ്യതകളെക്കുറിച്ചും വികസന നേട്ടങ്ങളെക്കുറിച്ചും എടുത്തു പറയുന്ന ഒരു ബജറ്റ് പ്രസംഗമാണ് വളരെ ഹ്രസ്വമായി അവതരിപ്പിച്ച് പൂർത്തിയാക്കിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വികസനത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിനായുള്ള ഒരു തുടർ ഭരണം അത് മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു വോട്ട് ഓൺ അക്കൗണ്ടാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ധനമന്ത്രി എടുത്തു പറഞ്ഞ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ വിലക്കയറ്റം നിയന്ത്രിക്കാനായി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കുന്ന പുരോഗതി, പ്രധാനമന്ത്രി ആവാസ് യോജന വഴി അടുത്ത 5 വർഷത്തിനിടയിൽ 2 കോടി വീടുകൾ കൂടി നിർമ്മിക്കും എന്നുള്ള പ്രഖ്യാപനവും നമ്മൾ ഇന്ന് കാണുന്നു. വീടുകളുടെ മേൽക്കൂരയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനായിട്ടുള്ള പ്രധാനമന്ത്രി 22-ാം തീയതി പ്രഖ്യാപിച്ച പദ്ധതിയെക്കുറിച്ചും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ എടുത്തു പറയുന്നു. കൂടുതൽ മെഡിക്കൽ കോളേജുകൾ അത് പദ്ധതിയിലുണ്ട്. അത് ജൂലൈയിലെ ബജറ്റിൽ ഒരുപക്ഷെ പ്രഖ്യാപിക്കാനുള്ള ഒരു സാധ്യതയും ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുറന്നിടുന്നു. ആയുഷ്മാൻ ഭാരത് പദ്ധതി അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നു എന്നതും ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കുകയാണ്. ഇടത്തരക്കാർക്കായുള്ള ഭവന പദ്ധതി, സ്വന്തമായി വീട് നിർമ്മിക്കുന്നതിനായി അവർക്ക് സഹായം ലഭിക്കുന്നത് എങ്ങനെയായിരിക്കും, അതേക്കുറിച്ചൊക്കെ വ്യക്തമാക്കുന്നു. ഗ്രാമീണ മേഖലയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി ഇതുവരെ നൽകിയ 70% വീടുകളെക്കുറിച്ചും കേന്ദ്ര സർക്കാരിന്റെ ഇടക്കാല ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. 6ാമത്തെ ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് അവതരിപ്പിച്ചത്. നേട്ടങ്ങൾ എണ്ണിപ്പറയുന്ന ഭാഗമായിരുന്നു ഈ ബജറ്റ് പ്രസംഗത്തിന്റെ 3/4 ഭാഗം സമയത്തും നമ്മൾ കണ്ടത്. പുതിയ നികുതി നിർദ്ദേശങ്ങളില്ലാതെ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം. നോബിൾ മാരിക്കാരൻ, ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ല, നിലവിലെ നിരക്കുകൾ തുടരും. അതോടൊപ്പം തന്നെ 3 പുതിയ റെയിൽവേ ഇടനാഴികൾ, ലക്ഷദ്വീപിലെ ടൂറിസം സാധ്യത വളർത്തുക, ടൂറിസം രംഗത്ത് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക, പുതിയ വിമാനത്താവളങ്ങൾ, ക്ഷീര കർഷകരുടെ ക്ഷേമത്തിനുള്ള പുതിയ പദ്ധതികൾ, അങ്ങനെ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അതിനായുള്ള ഒരു വോട്ട് ഓൺ അക്കൗണ്ട്, ഒരു ഇലക്ഷൻ ബജറ്റ് എന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഇതിൽ കാണാൻ കഴിയുന്നുണ്ടോ നോബിൾ? അത്തരത്തിൽ ജനങ്ങളെക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം. സമസ്ത മേഖലയിൽ തൊട്ടുകൊണ്ടാണ് ഈ ബജറ്റ് പോയിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ സർക്കാർ ഇതുവരെയുള്ള നേട്ടങ്ങൾ ഉൾപ്പെടെ എഴുതിപ്പറയും. ഒപ്പം പുതിയ പ്രഖ്യാപനങ്ങൾ വിവിധ മേഖലകളാണ്. സ്ത്രീകൾക്ക്, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉൾപ്പെടെ അത്തരത്തിൽ വിവിധ മേഖലകൾക്ക് പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് എന്താണെങ്കിലും ബജറ്റ് മുന്നോട്ട് പോയിരിക്കുന്നത്. കൂടുതൽ മെഡിക്കൽ കോളേജുകൾ, അതോടൊപ്പം തന്നെ വിശുദ്ധ മന്ത്രത്തെ സമിതിയിൽ നിയമിച്ച്, ഒപ്പം മാതൃശിശു സംരക്ഷണ പുതിയ പദ്ധതികൾ, അംഗനവാടികളുടെ വികസന പുതിയ പദ്ധതികൾ, ആയുഷ്മാൻ ഭാരതിന്റെ ഗുണഫലം ആശാവർക്കറിലേക്ക് എത്തിച്ച് അത്തരത്തിൽ എല്ലാ വികസന പദ്ധതി, അതോടൊപ്പം തന്നെ ഫിഷറീസിന്റെ പ്രത്യേക വകുപ്പ്, ഒപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം ഉറപ്പാക്കൽ, ഒപ്പം മത്സ്യ കയറ്റുമതിക്ക് 1 ലക്ഷം കോടി ഉയർത്തൽ, 50 ലക്ഷത്തിൽ പുതിയ തൊഴിൽ അവസരങ്ങൾ. നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ഈ ബജറ്റിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും.